Hope all you are fine. Okay, നമ്മൾ എഴുതാൻ പോകുന്ന ക്ലാസ് ഫസ്റ്റ് ബേസിക് സയൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ബേസിക് സയൻസ്. അപ്പോൾ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് എടുക്കുക, നെയിം എഴുതുക. എഴുതേണ്ടത് എന്താണ്? ബേസിക് സയൻസ് എന്നാണ് എഴുതേണ്ടത്. ബേസിക് സയൻസ്, BASICSCIENCE, ബേസിക് സയൻസ്. ഓക്കെ, then first chapter നമ്മൾ പഠിക്കാനായിട്ട് ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ ആണ് പാർട്സ് ഓഫ് പ്ലാന്റ്. പാർട്സ് ഓഫ് പ്ലാന്റ്, പ്ലാന്റിന്റെ പാർട്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താ ടെക്സ്റ്റിൽ പേജ് നമ്പർ 181 എടുക്കുക. അതുപോലെ ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ചാപ്റ്റർ പാർട്സ് ഓഫ് പ്ലാന്റ് എന്ന് എഴുതുക. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? റെഡി. ഓക്കെ, അപ്പോൾ നോക്കി ഫസ്റ്റ് ലെറ്റ്സ് വാം അപ്പ്. നമുക്ക് വാം അപ്പ് ചെയ്യാം. അപ്പോൾ നോക്കി അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ലെറ്റ്സ് വാം അപ്പ്, കണ്ടല്ലോ? കണ്ടോ? അപ്പോൾ നോക്കി, എ സ്മോൾ പ്ലാന്റ് വിത്ത് സോഫ്റ്റ് ഗ്രീൻ സ്റ്റെം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മെഡിസിൻ ഈസ് കോൾഡ്. അപ്പോൾ അവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഹെർബ്സ്, ഷ്രബ്സ് അല്ലേ? അപ്പോൾ എന്താണ് സ്മോൾ പ്ലാന്റ്, ചെറിയ പ്ലാന്റ്, സോഫ്റ്റ് ഗ്രീൻ സ്റ്റെം, സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ സ്റ്റെം ഉള്ള ചെറിയ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യും, മെഡിസിൻ ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഹെർബ്സ് എന്നാണോ ഷ്രബ്സ് എന്നാണോ വിളിക്കുന്നത്? എന്താ വിളിക്കുന്നത്? ഹെർബ്സ് അല്ലേ? അപ്പോൾ അവിടെ എഴുതുക ഹെർബ്സ്, HERBS, ഹെർബ്സ്. എഴുതിയോ? എഴുതി. ഓക്കെ, സെക്കൻഡ് നോക്കി, which part of the plant makes its food? പ്ലാന്റിന്റെ ഏത് പാർട്ടിൽ വെച്ചിട്ടാണ് ഫുഡ് നിർമ്മിക്കുന്നത്? ഏത് പാർട്ട് വെച്ചിട്ടാണ്? നോക്കി, ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ലീഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫ്ലവർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്ലവറിൽ വെച്ചാണോ പ്ലാന്റ്സ് ഫുഡ് നിർമ്മിക്കുന്നത്? അല്ല, എവിടെ വെച്ചാൽ? ലീഫ് വെച്ചിട്ടാണ്. ലീഫിലാണ് ഫുഡ് നിർമ്മിക്കുന്നത് അല്ലേ? അപ്പൊ ലീഫ് എന്നുള്ളത് ടിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു. ഏതാണ്? A small plant with soft green stem that can be used as a medicine is called herbs. Second one, which part of the plant makes its food? ഏതാ? leaf. Okay, clear ആയോ? Clear. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അത് ഫസ്റ്റ് ടീച്ചറിന് വായിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നോക്കി, all plants are living things. They need air, water and sunlight to grow and survive. Plants can make their own food by a process called photosynthesis. With the help of chlorophyll that is present in leaves, plants use the energy from sunlight to convert water and carbon dioxide into carbohydrates and oxygen. Some plants tend to move toward a light source. An example of this type of plant is the sunflower. Notice it moving towards the sun through the day. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി, all plants are living things. പ്ലാന്റ്സ് എല്ലാം എന്താണ്? ലിവിങ് തിങ്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോൺ ലിവിങ് തിങ്സും ലിവിങ് തിങ്സും അല്ലേ? അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ലിവിങ് തിങ്സ് ആണ്. They need air, water and sunlight to grow and survive. പ്ലാന്റ്സിന് എന്താ വളരുവാനും ജീവിക്കുവാനും എന്തൊക്കെ ആവശ്യമുണ്ട്? എയർ, വായു, വാട്ടർ, എന്താ വെള്ളം, then sunlight, സൂര്യപ്രകാശം. എന്തൊക്കെ ആവശ്യമുണ്ട്? എയർ, സൺലൈറ്റ്, പിന്നെ വാട്ടർ. ഇത് മൂന്നുമാണ് പ്ലാന്റ്സിന് വളരുവാനും ജീവിക്കുവാനും ആവശ്യം. ഓക്കെ, നെക്സ്റ്റ് നോക്കി, plants can make their own food by a process called photosynthesis. അപ്പോൾ എന്താണ് പ്ലാന്റ്സ് എന്താണ്? സ്വയം ഭക്ഷണം പാകം ചെയ്താണ് എന്താ ജീവിക്കുന്നത് അല്ലേ? പ്ലാന്റ്സ് can make their own food by a process. ആ പ്രോസസ്സിനെ ഫുഡ് നിർമ്മിക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. അപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ? എന്താ നോക്കി, with the help of chlorophyll that is present in leaves,
Plants use the energy from sunlight to convert water and carbon dioxide into carbohydrates and oxygen. അപ്പോൾ എന്താ പറഞ്ഞേ, ഇലകളിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് ക്ലോറോഫിൽ, ഹരിതകത്തിന്റെ സഹായത്തോടെ എന്ത് സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന എനർജി ഊർജം എന്താണ് സ്വീകരിച്ച് പിന്നെന്താ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ ശ്വസിക്കുന്ന എന്താ ഓക്സിജൻ ആണ് അല്ലെ, നമ്മൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് മരങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ സ്വീകരിച്ച് എന്താണ് അവിടെ എന്താണ് ആ ഒരു പ്രക്രിയ നടക്കുന്നു. എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഹരിതകത്തിന്റെ സഹായത്തോടെ സൂര്യനിൽ നിന്നും ലഭിക്കുന്ന ഊർജം, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എന്നിവയൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അവിടെ ആ പ്രോസസ്സ് നടക്കുന്നു അല്ലെ. എന്നിട്ട് എന്താ ആ പ്രോസസ് നടന്നതിന് ശേഷം എന്താ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ആ ഓക്സിജൻ ആണെന്ന് നമ്മൾ ശ്വസിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്താണ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഓക്സിജന്റെ കുറവ് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറയുന്നത് അല്ലെ. എന്താണത്, ഈ ഹരിതകത്തിന്റെ സഹായത്തോടെ സൂര്യനിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ച് വാട്ടറും നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനും ഒക്കെ ആ ഒരു പ്രക്രിയ നടന്നതിന് ശേഷം പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ ആണത് നമ്മൾ ശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്, പ്രകാശ സംശ്ലേഷണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നോക്കി, സം പ്ലാന്റ്സ് tend to move toward a light source. Some plants, കുറച്ച് പ്ലാന്റ്സ്, ചില പ്ലാന്റ്സ് എന്താണ് ലൈറ്റ് സോഴ്സിന്റെ സഹായത്തോടെ എന്താണ് some plants tend to move toward a light source. ലൈറ്റ് സോഴ്സ് എവിടെയുണ്ടോ അവിടേക്ക് മൂവ് ആവും. അത് ഏതാണ്, എക്സാമ്പിൾ ഏതാണ് നോക്കി. An example of this type of plant is sunflower. സൺഫ്ലവർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, സൺഫ്ലവർ അല്ലെ. സൺഫ്ലവറിന്റെ ഒരു പ്രത്യേകത എന്താണ്, ലൈറ്റ് സോഴ്സ് എവിടെയാണോ അവിടേക്ക് അത് മൂവ് ചെയ്യും അല്ലെ. സൺ എവിടെയാണോ നിൽക്കുന്നത്, ഈസ്റ്റിൽ. അപ്പൊ രാവിലെ എന്താണ് സൂര്യകാന്തി ആ സൺഫ്ലവറിനെ നോക്കുമ്പോൾ കിഴക്കായിരിക്കും നിൽക്കുന്നത്, അങ്ങോട്ട് നോക്കിയായിരിക്കും നിൽക്കുന്നത്. അപ്പൊ സൂര്യൻ ഇങ്ങനെ ചലിച്ച് എന്താ സൂര്യൻ എങ്ങോട്ട് മൂവ് ആകുന്നോ, എങ്ങോട്ടാണ് സൂര്യൻ മൂവ് ആകുന്നത് ആ ഒരു സോഴ്സിലേക്കായിരിക്കും ഈ സൺഫ്ലവറും തിരിഞ്ഞു പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, some plants tend to move toward a light source. ലൈറ്റ് സോഴ്സ് എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് എന്താണ് സൺഫ്ലവർ മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്നാ പറയുന്നേ, നോട്ടീസ് ഇറ്റ് മൂവിങ് ടുവേർഡ്സ് ദ സൺ ത്രൂ ദ ഡേ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലെ. കിഴക്കായിരിക്കുമ്പോൾ ഈസ്റ്റിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ സൺഫ്ലവർ ഈസ്റ്റ് ആയിരിക്കും, വെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് എന്താണ് സൺഫ്ലവറും വെസ്റ്റ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം എന്താ പാർട്സ് ഓഫ് എ പ്ലാന്റ്. നോക്കാം. അപ്പൊ അത് ഫസ്റ്റ് ടീച്ചറൊന്ന് വായിക്കാം, അതിനുശേഷം പറഞ്ഞുതരാം. നോക്കിയേ, plants have two main parts, root and shoot. The part of the plant that grows below the ground is the root, and the part of that grows above the ground is called the shoot. Leaves, stems, flowers and seeds are all parts of the shoot. അപ്പോൾ എന്താ നോക്കി, parts of a plant. Plants have two main parts. Plantsന് two main parts ഉണ്ട്. പ്ലാന്റ്സിന് എന്തുണ്ട്, two main parts ഉണ്ട്. നമ്മളൊരു പ്ലാന്റ്സിനെ കാണുകയാണെങ്കിൽ ആ പ്ലാന്റ്സിൽ എന്തൊക്കെ കാണും, നമ്മളൊരു പ്ലാന്റ്സിന്റെ പാർട്സ് പറയുകയാണ്. ഒരു പ്ലാന്റ്സിന്റെ പാർട്ട് പറയാം, എന്തൊക്കെ പറയും, റൂട്ട്, സ്റ്റെം, ബ്രാഞ്ച്, ലീവ്സ്, ബഡ്, ഫ്ലവർ അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. ഒരു പ്ലാന്റ്, ആ ഒരു പ്ലാന്റിനെ നമ്മൾ എന്തായിട്ട് തിരിച്ചിരിക്കുന്നു, രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. പ്ലാന്റ്സ് ഹാവ് ടു മെയിൻ പാർട്സ്. ഒരു പ്ലാന്റിന് കുറച്ച് പാർട്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ റൂട്ട്, ബ്രാഞ്ച്, ലീവ്സ്, അങ്ങനെ സ്റ്റെം, അങ്ങനെയൊക്കെ അല്ലേ. ആ ഒരു പ്ലാന്റിനെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട്
പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ, ഏതൊക്കെയാണത്? ഫസ്റ്റ് റൂട്ട് ആൻഡ് ഷൂട്ട്. ഏതൊക്കെയാണ് 2 പാർട്സ്? റൂട്ടും ഷൂട്ടും. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് റൂട്ട്, ROOT, root. Second part shoot, SHOOT, shoot. For root and shoot. അപ്പോൾ പ്ലാന്റ്സിന്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? root and shoot. Then okay, the part of the plant that grows below the ground is the root. Our first part, the part of the plant that grows below the ground is root. നമ്മളിപ്പോൾ ഒരു മരം നിൽക്കുമ്പോൾ നമ്മൾ നേരെ നമ്മളൊരു മരത്തിനെ നോക്കുന്നുണ്ട്, വലിയ മരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് സ്റ്റെം തൊട്ടിട്ട് മുകളിലോട്ടായിരിക്കും അല്ലേ? സ്റ്റെം, ബ്രാഞ്ചസ്, ലീവ്സ്, അതിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ ആയിരിക്കും കാണുന്നത്. നമ്മൾ ആ ഒരു മരത്തിന്റെ അടിയിലുള്ള ഭാഗം, ദാറ്റ് മീൻസ് റൂട്ട്, നമ്മൾ കാണാറുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ആ ഒരു നിലം, ആ ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന് താഴെയുള്ള ഭാഗമാണ് എന്ത്? റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട്. അപ്പോൾ അവിടെ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഒരു പ്ലാന്റ് നിൽക്കുന്ന കണ്ടോ? അതിനെ 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ആ 2 പാർട്ട്, ഗ്രൗണ്ടിന് താഴെയുള്ള ഭാഗമാണ് എന്ത്? റൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്താണ്? The part of the plant that grows below the ground is the root. Below the ground. ഗ്രൗണ്ടിന് എന്താണ്? അടിയിലായിട്ട് താഴെയായിട്ട് കാണുന്നത് എന്ത്? റൂട്ട്. And the part of that grows above the ground is called the shoot. എന്താ പറയുന്നേ? And the part that grows above the ground is called the shoot. അപ്പോൾ പിക്ചർ നോക്കി, above the ground, ഗ്രൗണ്ടിന് മുകളിലായിട്ട് വളരുന്നത്, അതാണ് എന്ത്? ഷൂട്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. സ്റ്റെം അല്ലെ, അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കി. ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സ് ആൻഡ് സീഡ്സ് ആർ ഓൾ പാർട്സ് ഓഫ് ദ ഷൂട്ട്. ഷൂട്ടിന്റെ പാർട്സ് ഏതൊക്കെയാണ്? ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സ് ആൻഡ് സീഡ്സ്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റൂട്ടാണ്. റൂട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ടിന് താഴെയായി കാണുന്നതാണ്, റൂട്ട്സ്. ദെൻ ഷൂട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ടിന് മുകളിലായി കാണുന്നത്, ദാറ്റ് മീൻസ് സ്റ്റെം, ബ്രാഞ്ചസ്, ലീവ്സ്, എന്താ പറയുക പറഞ്ഞിരിക്കുന്ന സീഡ്സ്, ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് രണ്ടും മനസ്സിലായോ? റൂട്ടും ഷൂട്ടും മനസ്സിലായോ? റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ടിന് താഴെയായിരിക്കും. ഷൂട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ടിന് മുകളിലായിരിക്കും. ഓക്കെ, പിക്ചർ കണ്ടല്ലോ? കണ്ടോ? സൈഡിലോട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം അതത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് റൂട്ടും ഷൂട്ടും പഠിക്കാം. റൂട്ടും ഷൂട്ടും എന്താണ് റൂട്ട്സ്? നോക്കി വായിക്കാൻ ടീച്ചർ ആദ്യം നോക്കിക്കോ. A plant may have just one big root or a group of small roots. The roots have many small hair-like structures on them. In most plants, we find the main root and many branch roots growing from it. Though roots grow under the soil, sometimes we find aerial roots that grow above the ground. The main functions of the root are to fix a plant strongly to the soil. With the help of the fine hairs, the roots absorb and transport water and mineral salts to the stem. They often store food in them. അപ്പോൾ എന്തൊക്കെയാണ് റൂട്ട്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന പിക്ചർ, സൈഡിൽ കാണുന്ന പിക്ചറാണ് റൂട്ട്സ്. എന്താ? ഗ്രൗണ്ടിന് താഴെയുള്ള, നമ്മൾ കാണാത്ത അല്ലേ, നമ്മൾ കാണാതെ മണ്ണിനടിയിൽ കൂടെ വേരുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്, ആണല്ലോ? ആണ്. അപ്പോൾ റൂട്ട്സ് എന്താണ്? A plant may have just one big root or a group of small roots. ഒരു പ്ലാന്റിന് എന്തുണ്ട്? ഒരു വൺ ബിഗ് റൂട്ടും ഒരു വലിയ റൂട്ടും or a group of small roots, അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറിയ വേരുകൾ, റൂട്ട്സും ഉണ്ടാകും. ഒരു പ്ലാന്റിന് എന്ന് പറയുന്നത് ഒരു വലിയ റൂട്ടും ആ റൂട്ടിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ റൂട്ട്സുകളും ഉണ്ടാകും.
Okay. The roots have many small hair-like structures on them. അപ്പോൾ എന്താ പറയുന്നത്? The roots, വേരുകൾക്ക് have many small hair-like structures on them. ചെറിയ ചെറിയ എന്താ നമ്മുടെ മുടിയിഴകൾ പോലെ ഓരോ ചെറിയ ചെറിയ നാരുകൾ വേരുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കണ്ടോ? അവിടെ സൈഡിൽ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്ന കണ്ടോ? അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? റൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. റൂട്ട്സിന്റെ സെന്ററിൽ പോകുന്ന മെയിൻ റൂട്ടാണ്, മെയിൻ റൂട്ട്. പിന്നെന്താ റൂട്ട് ഹെയർ എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ചെറിയ വേരുകൾ, കുഞ്ഞു കുഞ്ഞു വേരുകൾ, കുഞ്ഞു കുഞ്ഞു വേരുകൾ. ബ്രാഞ്ച് റൂട്ട്, ആ ഒരു സ്ട്രെയിറ്റ് റൂട്ടിൽ നിന്നും പോകുന്ന, അല്ലെ? ഇപ്പോ ഇതാണ് റൂട്ട് എന്ന് വിചാരിക്കാം, ആ റൂട്ടിൽ നിന്നും പോകുന്ന അതാണ് ബ്രാഞ്ച് റൂട്ട് എന്ന് പറയുന്നത്. ആ ബ്രാഞ്ച് റൂട്ടിൽ നിന്നും ഓരോ കുഞ്ഞു കുഞ്ഞു എന്താണ് വേരുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് എന്ത് പറയുന്നത്? റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു വേരിന് എന്താണ് കുഞ്ഞു കുഞ്ഞു റൂട്ട് ഹെയർസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? In most plants we find in the main root and many branch roots growing from it. എന്നാൽ മിക്ക പ്ലാന്റ്സിലും എന്താ പറയുക? മോസ്റ്റ് പ്ലാന്റ്സ്, മിക്ക പ്ലാന്റ്സിലും we find നമുക്ക് കാണാൻ പറ്റും എന്താ? The main root and many branch roots growing from it. എന്താണ്? ഒരു മെയിൻ റൂട്ട്, ഒരു പ്രധാന റൂട്ട്, പിന്നെന്താ അതിൽ നിന്ന് പോകുന്ന മെനി ബ്രാഞ്ച് റൂട്ട്സ്, അതിൽ നിന്ന് പോകുന്ന കുറേ ബ്രാഞ്ച് റൂട്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലേ? നമ്മളിപ്പോൾ പോയി മുറ്റത്ത് വയ്ക്കുന്ന ഒരു പുല്ല് ഇങ്ങനെ പറിച്ചു നോക്കുക. അപ്പോൾ എന്താണ് ഭയങ്കര കട്ടിയുള്ള വരച്ചിട്ട് വരുന്നില്ല, അങ്ങനെയുള്ള റൂട്ട് ഇങ്ങനെ എന്താ ഒരു പ്ലാന്റ് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു മെയിൻ റൂട്ട് പോകും, അതിന് കുറേ ബ്രാഞ്ച് റൂട്ടും റൂട്ട് ഹെയറും ഒക്കെ കാണാനായിട്ട് പറ്റും, അല്ലേ? പെട്ടെന്ന് വലിക്കില്ല, പെട്ടെന്ന് എന്തോ പുല്ല് പിടിച്ചെടുക്കും, പെട്ടെന്ന് നമ്മുടെ കയ്യിലോട്ട് വരുമ്പോൾ ഒത്തിരി റൂട്ട് ഹെയറാണ്. അത് നമുക്ക് വേറെ പഠിക്കാനുണ്ട്, റൂട്ട്സ്. അപ്പൊ അങ്ങനെയുള്ള റൂട്ട്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്നിട്ടൊരു എന്താ പ്ലാന്റ് പിടിച്ചെടുക്കുമ്പോൾ അതിനൊരു മെയിൻ റൂട്ട് കാണും, ബ്രാഞ്ച് റൂട്ട് കാണും. ആ ബ്രാഞ്ച് റൂട്ടിൽ നിന്നും എന്താ ഹെയർ റൂട്ട്, അല്ലെ? ഓരോ ഹെയർ റൂട്ടും കാണാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ അത്? ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? മോസ്റ്റ് പ്ലാന്റ്സ് we find the main root and many branch roots growing from it. നമുക്കെല്ലാം ഒരു മെയിൻ റൂട്ട് കാണാൻ പറ്റും. ആ മെയിൻ റൂട്ടിൽ നിന്ന് വളരുന്ന ഓരോ ബ്രാഞ്ച് റൂട്ട് കാണും, പിന്നെന്താ ഹെയർ റൂട്ട്സ് കാണും, അല്ലേ? കാണാനായിട്ട് പറ്റും. പിന്നെന്താ പറയുന്നത്? Those roots grow under the soil. മിക്ക വേരുകളും എങ്ങനെയാണ്? അണ്ടർ ദ സോയിൽ, അല്ലേ? സോയിലിന് അണ്ടർലായിട്ടായിരിക്കും വളരുന്നത്, മണ്ണടിയിലായിട്ടായിരിക്കും വളരുന്നത്. Sometimes, ചിലപ്പോൾ we find aerial roots that grow above the ground. ചില സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ചില റൂട്ട്സ് എന്ന് പറയുന്നത് ഏരിയൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആകാശ വേരുകൾ എന്ന് പറയും. ആകാശ വേരുകൾ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിന് മുകളിൽ കൂടി പോകുന്ന, നമ്മൾ റോഡിന്റെ സൈഡിൽ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മുറ്റത്തൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ചില വേരുകൾ എന്താണ് ഗ്രൗണ്ടിന് മുകളിൽ കൂടെ പോകുന്നതായിട്ട് കാണാം, അല്ലെ? കാണാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കി ഉണ്ടോ എന്ന്? മിക്ക പ്ലാന്റ്സിന്റെയും ട്രീസിന്റെയും ഒക്കെ വേരുകൾ എങ്ങനെയാണ്? മണ്ണിനടിയിൽ കൂടെ പോകുന്നത്. പക്ഷെ എന്താ ചില പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസിന്റെ ആ റൂട്ട്സ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടെ പോകും. ഓക്കെ, എങ്ങനെ? മുകളിൽ കൂടി, ഗ്രൗണ്ടിന്റെ മുകളിൽ കൂടി പോകാറുണ്ട്, സഞ്ചരിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താണ് എന്തൊക്കെ പറഞ്ഞു നമ്മള്? A plant may have just one big root or a group of small roots. ഒരു ചെടിക്ക് എന്താണ് ഒരു ബിഗ് റൂട്ട്, എന്താണ് ബിഗ് റൂട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്മോൾ റൂട്ട്സ്, ചെറിയ ഒരു കൂട്ടം ചെറിയ വേരുകളും കാണാനായിട്ട് പറ്റും. The roots have many small hair-like structures on them. വേരുകൾക്ക് എന്താണ് ചെറിയ നമ്മുടെ മുടിയുടെ പോലെ ആയിരിക്കും വേരുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. In most plants we find the main root and many branch roots growing from it. മിക്ക സസ്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു മെയിൻ റൂട്ട് കാണും, ആ മെയിൻ റൂട്ടിൽ നിന്ന് ബ്രാഞ്ച് റൂട്ട്സ് പോകുന്നതും കാണാനായിട്ട് പറ്റും. പിന്നെന്താ? Those roots grow under the soil. എന്താണ്? റൂട്ട്സ് മിക്കവാറും എന്താ അണ്ടർ ദ സോയിൽ, മണ്ണിനടിയിൽ കൂടിയൊക്കെ ആയിരിക്കും
പോകുന്നത്. Sometimes ചിലപ്പോഴൊക്കെ we find aerial roots that grow above the ground. ചില സമയങ്ങളിൽ ആകാശവേരുകൾ എന്ന് പറയും. ആകാശവേരുകൾ എന്നാണ് പറയുന്നത്. അതായത് ഗ്രൗണ്ടിൽ കൂടിയായിരിക്കും പോകുന്നത്. അതിന്റെ അടുത്ത് നോക്കി the main functions of the root. റൂട്ടിന്റെ മെയിൻ ഫങ്ഷൻസ്. റൂട്ട് എന്തിനാണ് ഒരു ട്രീക്ക് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് റൂട്ട് എന്തിനാണെന്നാ പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കേ. The main functions of the root are, first one, to fix a plant strongly to the soil. To fix a plant strongly to the soil. അപ്പോൾ ഇപ്പോൾ ഭയങ്കര മഴ, ഭയങ്കര കാറ്റൊക്കെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ കേട്ടിട്ട് മരം വീണു, വീടുകൾക്ക് നാശം സംഭവിച്ചു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ആ മരത്തിനെ നമ്മൾ കാണുന്ന ഈ മരങ്ങളെ എല്ലാം വലിയ കാറ്റടിച്ചാൽ നമ്മളൊന്ന് തള്ളി നോക്കിയാലും ഒന്നും വീഴാതിരിക്കുന്നതിന് കാരണം എന്താണ്? റൂട്ടാണ്. ആ റൂട്ട് എന്താ നമ്മുടെ ആ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നു, ആ പ്ലാന്റിനെ ഉറപ്പിച്ച് നിർത്തുന്നു. അതിനു വേണ്ടിയാണ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. To fix a plant strongly to the soil. മണ്ണിൽ ഒരു പ്ലാന്റിനെ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? റൂട്ട്സ്. ഓക്കെ. സെക്കൻഡ് വൺ നോക്കി. With the help of the fine hairs, the roots absorb and transport water and mineral salts to the stem. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു ഒരു റൂട്ടിന് എന്താണ് ഹെയർ റൂട്ട്സ് ഒക്കെ ഉണ്ട്, ബ്രാഞ്ച് റൂട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പോൾ ആ റൂട്ട് എന്ന് പറയുന്നത് ഈ ഹെയർ റൂട്ടും പിന്നെ ബ്രാഞ്ച് റൂട്ട്സും ഒക്കെ നമ്മുടെ വാട്ടറും മിനറൽസും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച് എന്താ വാട്ടറും ആവശ്യമുള്ള എന്താണ് മിനറൽ സോൾട്സും ഒക്കെ കണ്ടെത്തി ആ ചെടിക്ക് വളരുവാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ റൂട്ട്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ആ ചെടീനെ ഉറപ്പിച്ചു നിർത്തുന്നു. പിന്നെ എന്താണ്? വാട്ടറും മിനറൽസും ഒക്കെ ഉള്ള സ്ഥലത്തേക്കായിരിക്കും വേരുകൾ പോകുന്നത്. ആ വേരുകൾ വാട്ടറും മിനറൽസും ഒക്കെ ധാതു ലവണങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി ആ വാട്ടറും മിനറൽസും ഒക്കെ ശേഖരിച്ച് ആ ഒരു പ്ലാന്റിനെ നിലനിർത്തുന്നു. വെള്ളമില്ലെങ്കിൽ എന്താണ്? വെള്ളമില്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകും, അറിയോ? ഇതുപോലെ എന്താണ് മിനറൽ സോൾട്സ് ധാതുലവണങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താ ചെടി ഭയങ്കര ശോഷിച്ചായിരിക്കും നിൽക്കുന്നത് അല്ലേ? ആണ്. അപ്പോൾ വാട്ടറും മിനറൽസും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തേടി ആ ഒരു വാട്ടറുള്ള സൈഡിലേക്കായിരിക്കും റൂട്ട്സ് സഞ്ചരിക്കുക. ഓക്കെ. അപ്പൊ അത് മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞേ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫൈൻ ഹെയർസ് the roots absorb and transport water and mineral salts of the stem. അപ്പോൾ എന്താണ് നേരത്തെ ആ ഒരു റൂട്ട്സിന്റെ സഹായത്തോടെ വേരുകൾ വെള്ളവും ലവണങ്ങളും ധാതു ലവണങ്ങളും ശേഖരിച്ച് ആഗിരണം ചെയ്ത് സ്റ്റെമ്മിലേക്ക് എത്തിക്കുന്നു. സ്റ്റെമ്മിലേക്ക് ആ ഒരു തണ്ടിലേക്ക് എത്തിക്കുന്നു. മനസ്സിലായോ? ഓക്കെ. അപ്പൊ സെക്കൻഡ് ഫംഗ്ഷൻ മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ. They often store food in them. Food അല്ലേ? എന്താണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഫങ്ഷൻസ് റൂട്ടിന്റെ ഫങ്ഷൻസ് മനസ്സിലായല്ലോ? മനസ്സിലായി? എപ്പോഴും ചോദിച്ചാലും പറയല്ലോ. ഓക്കെ. അപ്പൊ അത് എന്താണ് നല്ലതുപോലെ വായിക്കുക. ഫങ്ഷൻസ് ഒക്കെ എന്താണ് ചോദിക്കുമ്പോൾ പറയാൻ തക്ക വിധ വൃത്തിയായിട്ട് വായിച്ചിരിക്കാം. ഓക്കെ. ഇനി ഷൂട്ട്സ് പഠിക്കാം. ഷൂട്ട്സ് റൂട്ടും ഷൂട്ടും അത് നമുക്ക് രണ്ടിട്ടും പഠിച്ചിട്ട് നോക്കാം. ഓക്കെ. ഇപ്പോൾ റൂട്ട്സും ഷൂട്ട്സും. ഓക്കെ. ഇപ്പൊ നോക്കിയേ ഷൂട്ട്സ്. എന്താണ് ഷൂട്ട്സ്? ഷൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ മുന്നിൽ കാണുന്ന ആ ഭാഗം അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ഒരു ട്രീയുടെ ഗ്രൗണ്ടിന് മുകളിൽ കാണുന്ന ഭാഗമാണ് ഷൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നോക്കി the part of the plant that we see above the ground is the shoot of the plant. അപ്പോൾ shoot of the plant എന്ന് പറഞ്ഞാൽ എന്താണ്? the part of the plant that we see above the ground is the shoot of the plant. ആ ഒരു ഗ്രൗണ്ടിന് മുകളിൽ നാം കാണുന്ന ചെടിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ചെടിയുടെ ഭാഗമാണ്
ഷൂട്ട് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കിയിരിക്കാം. The part of the plant that we see above the ground is the shoot of the plant. Okay. Next, a young plant may possess only one simple undeveloped shoot. A young plant, ഒരു ചെറിയ കുഞ്ഞു പ്ലാന്റ്, കിളിച്ചു വരുന്ന ഒരു പ്ലാന്റിന് എന്താണ് ഓൺലി വൺ സിമ്പിൾ അൺഡെവലപ്ഡ് ഷൂട്ട് കാണും. ഒരു കിളിച്ചു വരുന്ന നമ്മൾ വിത്ത് നട്ടു അല്ലെങ്കിൽ നമ്മളെ മാംഗോ തിന്നിട്ട് മാംഗോയുടെ എന്താ ആ സീഡ് നമ്മൾ കുഴിച്ചിട്ടു. ആ കുഴിച്ചിടുമ്പോൾ കിളിച്ചു വരുന്ന ആ ഭാഗത്തിന് ഡെവലപ്ഡ് ആവാത്ത, വളർച്ചയില്ലാത്ത, വലിയ വളർച്ചയില്ല അല്ലെ, കുഞ്ഞു പ്ലാന്റ്സ് ആണ്. അപ്പൊ എന്താ പറയുന്നേ, വൺ സിമ്പിൾ അൺഡെവലപ്ഡ് ഷൂട്ടേ കാണുകയുള്ളൂ. യങ് പ്ലാന്റിന്, ഒരു ചെറിയ പ്ലാന്റിന്, യങ് പ്ലാന്റിന് എന്താ അൺഡെവലപ്ഡ് ഷൂട്ടാണ് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, നോക്കി, ആസ് ഇറ്റ് ഗ്രോസ് ദിസ് tender should be developed into stems and leaves. അപ്പൊ എന്താണ്, ആസ് ഇറ്റ് ഗ്രോസ്, അത് വളർന്നു കഴിയുമ്പോൾ the tender shoot will develop into stems and leaves. അപ്പോൾ ഈ tender shoot എന്താ ഡെവലപ്പ് ചെയ്യും അല്ലെ, നമ്മൾ അൺഡെവലപ്ഡ് ഷൂട്ട്സ് എന്നാ പറയുന്നത്. ചെറിയ കുഞ്ഞ് ഷൂട്ടായിരിക്കും അല്ലെ, അത് വളർന്നതനുസരിച്ച് എന്താണ് അതിന് ഡെവലപ്മെന്റ്സ് ഉണ്ടാകും, അതിന് വളർച്ചയുണ്ടാകും. ഇൻറ്റു സ്റ്റെംസ് ആൻഡ് ലീവ്സ്. അപ്പോൾ എന്താ, സ്റ്റെം വരും, ലീവ്സ് വരും, ബ്രാഞ്ചസ് വരും, ഫ്ലവേഴ്സ് ഒക്കെ വരും അല്ലേ. അപ്പൊ ഇത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കി, ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ഷൂട്ട് ആർ ആസ് ഫോളോസ്. അപ്പോൾ ഷൂട്ട്സിന്റെയും പ്രധാന ഫങ്ഷൻസ്, പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ് നോക്കി, എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഗീവ്സ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്. ദ സ്റ്റെം ഹോൾഡ്സ് ദ പ്ലാന്റ് സ്ട്രെയിറ്റ്. ഇറ്റ് ഗീവ്സ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്. പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ദ സ്റ്റെം ഹോൾഡ്സ് ദ പ്ലാന്റ് സ്ട്രെയിറ്റ്. സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്, പ്ലാന്റിനെ സ്ട്രെയിറ്റ് ആയിട്ട് വളരുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇറ്റ് ഗീവ്സ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്, ഷൂട്ട്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമാണ്. ദ സ്റ്റെം എന്ന് പറയുന്നത് ഹോൾഡ്സ് ദ പ്ലാന്റ് സ്ട്രെയിറ്റ്, ഒരു പ്ലാന്റിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് വളരുവാനായിട്ട്, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാതെ സ്ട്രെയിറ്റ് ലെവലായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, സ്റ്റെംസ്, ലീവ്സ്, ബഡ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആർ ഓൾ പാർട്സ് ഓഫ് ദ ഷൂട്ട്. അപ്പോൾ ഷൂട്ടിന്റെ പ്രധാന പാർട്സ് ഏതൊക്കെയാണ്? സ്റ്റെം, എന്താണ് സ്റ്റെം? തണ്ട് അല്ലെ, സ്റ്റെം. ലീവ്സ്, ഇലകൾ. ബഡ്സ്, മുകുളങ്ങൾ അല്ലെ, ബഡ്സ് മുകുളങ്ങൾ, മൊട്ട് എന്ന് പറയും. ഫ്ലവേഴ്സ്, പൂവ്. ആൻഡ് ഫ്രൂട്ട്സ്, എന്താണ് പഴങ്ങൾ, ഫ്രൂട്ട്സ്. ആർ ഓൾ പാർട്സ് ഓഫ് ദ ഷൂട്ട്. അതൊക്കെയാണ് ഷൂട്ടിന്റെ പാർട്ടുകൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഇറ്റ് ക്യാരീസ് വാട്ടർ ആൻഡ് മിനറൽ സോൾട്സ് ഫ്രം ദ റൂട്ട്സ് ടു ഓൾ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഇറ്റ് ക്യാരീസ് വാട്ടർ ആൻഡ് മിനറൽ സോൾട്സ്. ഇത് എന്ത് ചെയ്യുന്നു, വാട്ടറും നമ്മൾ എന്താണ് റൂട്ട്സ് ആണ് മിനറൽസും വാട്ടറും ഒക്കെ തേടി കണ്ടുപിടിച്ചത് മുകളിലേക്ക് അല്ലെ, സ്റ്റെം വഴി ഇലകളിലൊക്കെ എത്തിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ, റൂട്ട്. അപ്പൊ ആ റൂട്ടിൽ നിന്നും വരുന്ന എന്ത് വാട്ടറും മിനറൽസും എല്ലാം എന്ത് മറ്റ് പ്ലാന്റ്സിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ റൂട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന വാട്ടറും മിനറൽസും എല്ലാം സ്റ്റെം എന്താ ആ റൂട്ടിങ്ങനെ മുകളിലേക്ക് കൊടുക്കണം. അപ്പൊ സ്റ്റെം വഴി അത് മറ്റ് പ്ലാന്റ്സിന് മറ്റ് പാർട്സിലേക്ക് പോകുന്നു, പ്ലാന്റ്സിന്റെ മറ്റ് ലീവ്സിലേക്ക്. എന്താ സ്റ്റെമ്മിൽ നിന്നും ബ്രാഞ്ചസിൽ നിന്നും ലീവ്സിലേക്കൊക്കെ അത് പോകുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ എന്താണ് നമ്മൾ പറഞ്ഞ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ അല്ലെ. അപ്പൊ ഈ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന വാട്ടറും മിനറൽസും എല്ലാം സൂര്യപ്രകാശത്തിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് ഭക്ഷണം പാകം ചെയ്ത് ഹരിതകത്തിൽ അല്ലെ, ഇലകളിൽ വെച്ച് ഹരിതകത്തിന്റെ സഹായത്തോടെ ഭക്ഷണം പാകം ചെയ്താണ് എന്ത് പ്ലാന്റ്സ് ജീവിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ? Okay, next fourth one, it allows
plants to manufacture their own food through photosynthesis. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ എന്താ ഫോട്ടോസിന്തസിസിലൂടെ സസ്യങ്ങൾക്ക് എന്ത് സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് ഭക്ഷണം നിർമ്മിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ ഇറ്റ് അലൗസ് ഈ ഷൂട്ട്സ് എന്ന് പറയുന്നത് എന്ത് ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഭക്ഷണം സ്വയം പാചകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫങ്ഷൻസ് മനസ്സിലായോ? ഫസ്റ്റ് ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഗീവ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് സ്റ്റെം ഹോൾസ് ഓർ ദ പ്ലാന്റ് സ്ട്രേറ്റ്. ഒരു പ്ലാന്റിനെ സ്ട്രേറ്റ് ആയിട്ട് വളരാനായിട്ട് ഷൂട്ട്സ് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ സ്റ്റെംസ്, ലീവ്സ്, ബഡ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആർ ഓൾ പാർട്സ് ഓഫ് ദ ഷൂട്ട്. ഷൂട്ടിന്റെ പ്രധാന ഭാഗങ്ങളാണ് സ്റ്റെം, ലീവ്സ്, ബഡ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പിന്നെന്താ പറഞ്ഞേ? ഇറ്റ് ക്യാരീസ് വാട്ടർ ആൻഡ് മിനറൽ സോൾട്ട്സ് ഫ്രം ദ റൂട്ട്സ് ടു ഓൾ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. റൂട്ട്സിൽ നിന്ന് നമ്മൾ കിട്ടുന്ന വാട്ടറും മിനറൽസും എന്ത് ഈ എന്താണ് വാട്ടറും മിനറൽസും എല്ലാം ഒരു പ്ലാന്റിന്റെ പാർട്ടുകളിലേക്കൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താ? ഇറ്റ് അലൗസ് പ്ലാന്റ്സ് ടു മാനുഫാക്ചർ ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഭക്ഷണം സ്വയം പാചകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. റൂട്ട്, ഷൂട്ട്സ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമ്മൾ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു, പാർട്സ് ഓഫ് എ പ്ലാന്റ് പറഞ്ഞു. പാർട്സ് ഓഫ് എ പ്ലാന്റിന് മെയിൻ ആയിട്ട് 2 പാർട്സ് ആണുള്ളത്, റൂട്ടും ഷൂട്ടും. റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ടിന് താഴെ ആയിരിക്കും, ഷൂട്ട് ഗ്രൗണ്ടിന് മുകളിലായിരിക്കും. ഓക്കെ, പിന്നെ റൂട്ട്സിന്റെ ഫങ്ഷൻസ് പറഞ്ഞു. റൂട്ട്സ് എന്താണ്? റൂട്ട്സിന് മെയിൻ ആയിട്ടൊരു റൂട്ട് കാണും, പിന്നെ ബ്രാഞ്ച് റൂട്ടും ഹെയർ റൂട്ടും കാണാനായിട്ട് സാധിക്കും. റൂട്ട് ഹെയറും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഷൂട്ട്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിന് മുകളിലായിട്ട് കാണുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ മനസ്സിലായല്ലോ. മനസ്സിലായി. ഓക്കെ, അപ്പോൾ നോക്കി താഴെ ഐഡന്റിഫൈ ആൻഡ് നെയിം വിച്ച് ഓഫ് ദീസ് ആർ റൂട്ട് ആൻഡ് ഷൂട്ട്. റൂട്ടും ഷൂട്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് അതിൽ റൂട്ടുണ്ട്, ഷൂട്ട്. റൂട്ടിൽ വളരുന്ന എന്താണ് വെജിറ്റബിൾസ് ആണ് നമ്മൾ കാണുന്നത്, റൂട്ടിൽ വളരുന്ന. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഷൂട്ടിൽ വളരുന്നത് കാണാം, ഉണ്ടാകാം. നോക്കുക, നോക്കിയിട്ട് ആദ്യം നെയിംസ് എഴുതുക. പിന്നെന്താ? റൂട്ടിൽ വളരുന്നതിന് ടിക്ക് ചെയ്യുക. റൂട്ടിൽ വളരുന്നതിന് ടിക്ക് ചെയ്യുക. ഓക്കെ, ഐഡന്റിഫൈ ആൻഡ് നെയിം വിച്ച് ഓഫ് ദീസ് ആർ റൂട്ട് ആൻഡ് ഷൂട്ട്. റൂട്ടിൽ വളരുന്നത് മാത്രം ഒന്ന് ടിക്ക് ചെയ്ത് വയ്ക്കാം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 191 എടുക്കുക. 191 എടുക്കുക. നമ്മൾ അത് ബുക്കിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനും 5th ക്വസ്റ്റ്യനും ബുക്കിൽ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. നമ്മൾ പഠിച്ചതാണ് മെയിൻ പാർട്ട് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റൂട്ടും ഷൂട്ടും അല്ലേ? അപ്പോൾ നോക്കിയേ ആൻസർ. The main parts of plants are root and shoot. Roots and shoot. അപ്പോൾ ഇതിൻ്റെ ആൻസർ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ റൂട്ട് ആൻഡ് ഷൂട്ട്. ഓക്കെ, then 5th question ബുക്കിൽ എഴുതുക. Which part is called shoot of the plant? ഏത് പാർട്ടിനെയാണ് പ്ലാന്റിന്റെ ഷൂട്ട് എന്ന് പറയുന്നത്? The part of the plant that are see above the ground is the shoot of the plant. Okay, അപ്പോൾ ഞാൻ ടീച്ചർ നേരത്തെ ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞിരുന്നു, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, എന്താ പറയുന്നത്? ആ ഷൂട്ട് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ ഗ്രൗണ്ടിന് മുകളിലായി കാണുന്ന ഭാഗമാണ് ഷൂട്ട് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായോ? അപ്പോൾ അത് നല്ലതുപോലെ അത്രയും ഭാഗം വൃത്തിയായിട്ട് വായിക്കുക. ഇത് രണ്ടിൻ്റെ ആൻസർ ബുക്കിൽ എഴുതുക. അതുപോലെ
ചോദിക്കുമ്പോൾ പറയുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ഷോർട്ടായിട്ട് ടീച്ചർ ചോദിക്കും. അപ്പം അത് പറയാൻ തക്ക വിധം നല്ല വൃത്തിയായിട്ട് വായിക്കുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഒന്ന് 2-3 തവണയും കൂടെ കണ്ടാൽ നല്ല വൃത്തിയായിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ ചോദിക്കുക, പറഞ്ഞുതരാം. ഓക്കെ 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 നെക്സ്റ്റ് നമ്മൾ ജി കെയുടെ ക്ലാസ്സാണ് എടുക്കാനായിട്ട് പോകുന്നത്. പേജ് നമ്പർ 305. എല്ലാവരും അത് എടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കി ഫേമസ് പേഴ്സണാലിറ്റീസ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഫേമസ് പേഴ്സണാലിറ്റീസ്, ഫേമസ് വ്യക്തികൾ. അപ്പോൾ അവിടെ താഴെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഫസ്റ്റ് അലക്സാണ്ടർ ഫ്ലെമിംഗ്, മാർക്ക് ട്വൈൻ, ഷാജഹാൻ, തോമസ് ആൽവാ എഡിസൺ, ഐസക് ന്യൂട്ടൺ. ഫേമസ് പേഴ്സണാലിറ്റീസ് ആണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് നോക്കി. ഐഡന്റിഫൈ ദീസ് ഫേമസ് പേഴ്സണാലിറ്റീസ്. അവരുടെ പിക്ചേഴ്സ് എല്ലാവരും കണ്ടു അല്ലേ. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ബിൽഡ് ദ റെഡ് ഫോർട്ട്? റെഡ് ഫോർട്ട്, ചെങ്കോട്ട. റെഡ് ഫോർട്ട്, ചെങ്കോട്ടയുടെ പിക്ചർ ടീച്ചർ കാണിച്ചു തരാം. ചെങ്കോട്ട നിർമ്മിച്ചതാണ്. ഹൂ ബിൽഡ് ദ റെഡ് ഫോർട്ട്? റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ആരാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഷാജഹാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഷാജഹാൻ. SHAJAHAN. ഷാജഹാൻ. ഷാജഹാൻ എഴുതിക്കോ. ഷാജഹാൻ എഴുതിയോ? ഷാജഹാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ബിൽഡ് ദ റെഡ് ഫോർട്ട്? ഷാജഹാൻ എഴുതിയോ? നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവേർഡ് ഗ്രാവിറ്റി? ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം. ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് ആരാണ് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്? ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? ഐസക് ന്യൂട്ടന്റെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു ദിവസം എന്താണ് ഒരു മരത്തിന് താഴെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു ആപ്പിൾ അദ്ദേഹത്തിന്റെ തലയിൽ വീണു. അപ്പൊ അദ്ദേഹം ആ ആപ്പിൾ നോക്കിയിട്ട് ആലോചിച്ചു, ഈ ആപ്പിൾ എന്താണ് താഴേക്ക് വന്നത്, മുകളിലേക്ക് പോകാത്തത് എന്താണ് എന്ന് ആലോചിച്ചു. അപ്പോഴാണ് എന്താണ് നമ്മൾ ഒരു കല്ല് താഴെ ഇട്ടാലോ അല്ലെങ്കിൽ ഒരു പേപ്പർ താഴെ ഇട്ടാലോ ഈ ചോക്ക് താഴെ ഇട്ടാലോ മുകളിലേക്കാണ് പോവുക? അല്ല, താഴേക്കാണ് വരിക. അതായത് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. കാരണം ഏതൊരു വസ്തു നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മളെന്താ പിടിവിട്ട് കഴിഞ്ഞാൽ എന്താ താഴേക്കായിരിക്കും പോവുക, മുകളിലേക്കും പോവില്ല. അപ്പൊ അതാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഹൂ ഡിസ്കവേർഡ് ഗ്രാവിറ്റി? ടീച്ചർ പറഞ്ഞു ഏതാണ്? ഐസക് ന്യൂട്ടൺ. അപ്പൊ ഐസക് ന്യൂട്ടന്റെ ഫോട്ടോ കണ്ടോ? താഴെ സ്പെല്ലിംഗ് എഴുതി നോക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ISAAC ന്യൂട്ടൺ. NEWTON ഐസക് ന്യൂട്ടൺ. കണ്ടോ? ഐസക് ന്യൂട്ടന്റെ പിക്ചർ കണ്ടോ? അപ്പോൾ ഹൂ ഡിസ്കവേർഡ് ഗ്രാവിറ്റി? ഐസക് ന്യൂട്ടൺ. ഓക്കെ, then third one, Samuel Lon Clemens, a famous writer, is better known by what name? Samuel Lon Clemens അദ്ദേഹം ഒരു ഫേമസ് റൈറ്റർ ആണ്. അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് സാമുവൽ ലോൺ ക്ലെമൻസ്. അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണിത്. ഏതാണ്? മാർക്ക് ട്വൈൻ. കണ്ടോ? മാർക്ക് ട്വൈൻ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ? തേർഡ് വൺ, മാർക്ക് ട്വൈൻ. MARKTWAIN. മാർക്ക് ട്വൈൻ. കണ്ടോ അദ്ദേഹത്തെ? കണ്ടോ? മാർക്ക് ട്വൈൻ കണ്ടല്ലോ. കണ്ടോ? അപ്പോൾ സാമുവൽ ലോൺ ക്ലെമൻസ്, എ ഫേമസ് റൈറ്റർ, ഈസ് ബെറ്റർ നോൺ ബൈ വാട്ട് നെയിം? അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന എല്ലാവരും കൂടുതലായിട്ട് അറിയപ്പെടുന്ന ഒരു പേരാണെന്ത്? മാർക്ക് ട്വൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്താണ്? സാമുവൽ ലോൺ ക്ലെമൻസ്. ഓക്കെ, അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് മാർക്ക് ട്വൈൻ. ഓക്കെ, then fourth one, this famous inventor's motto was genius is one person,
inspiration and 99% perspiration. ജീനിയസ് ഒരു ഫേമസ് ഇൻവെന്ററുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ. ജീനിയസിന് 1% ഇൻസ്പിറേഷൻ പ്രചോദനവും ആൻഡ് 99% പെർസ്പിറേഷൻ. എന്താണ് 99%? ഇപ്പൊ നമ്മൾ 100% എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അതിൽ 1% ജീനിയസിന്, ബുദ്ധിയുള്ള ജീനിയസ്, നല്ല കഴിവുള്ള ഒരു വ്യക്തി, ജീനിയസിന് 1% മാത്രം എന്ത് ഇൻസ്പിറേഷൻ മതി. ഒരാളെ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്, അയാളെ എന്താണ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് എല്ലാത്തിലും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് എന്താണ് ഇൻസ്പിറേഷൻ കൊടുക്കും, അദ്ദേഹത്തിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അത് ചെയ്യുവാനായിട്ട് നമ്മൾ ഇൻസ്പിറേഷൻ കൊടുക്കും അല്ലേ. അപ്പോൾ ജീനിയസ് ആയിട്ടുള്ള വ്യക്തിക്ക് 1% ഇൻസ്പിറേഷൻ മതി. പിന്നെന്താണ് 99% പെർസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അധ്വാനം, വിയർപ്പ്. അദ്ദേഹം എന്താണ് ജീനിയസ് എന്ന് പറയുന്നത് 1% ഇൻസ്പിറേഷനും 99% പെർസ്പിറേഷനും മതി. അദ്ദേഹം എന്താണ് ഹാർഡ് വർക്ക് ചെയ്യും, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ജീനിയസ് എന്ന് പറയുന്നത്. ജീനിയസിന് എന്താണ് ഇൻസ്പിറേഷൻ 1% മതി, 99% എന്താണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, അദ്ദേഹത്തിന്റെ വിയർപ്പായിരിക്കും എന്ന് പറഞ്ഞ വ്യക്തി. ആ മുദ്രാവാക്യം ആരുടേതാണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ തോമസ് ആൽവ എഡിസൺ. തോമസ് THOMAS ആൽവ ALVA ആൽവ എഡിസൺ EDISON. തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ കാണുന്നത്. തോമസ് ആൽവ എഡിസൺ THOMAS ആൽവ ALVA എഡിസൺ EDISON. കണ്ടല്ലോ തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ. ഇത് ഷാജഹാൻ, ഇതാരാണ് ഐസക് ന്യൂട്ടൺ, മാർക്ക് ട്വൈൻ, പിന്നെ ഇതാരാണ് തോമസ് ആൽവ എഡിസൺ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The antibiotic penicillin has changed our world. Can you name the person who discovered it? അപ്പോൾ the antibiotic penicillin has changed our world. നമ്മുടെ വേൾഡിനെ ചേഞ്ച് ചെയ്തത് ആരാണ്? The antibiotic penicillin ആണ്. Antibiotic penicillin has changed our world. നമ്മുടെ വേൾഡ് antibiotic penicillin ചേഞ്ച് ചെയ്തു. Can you name the person who discovered it? അപ്പോൾ ഈ ആന്റിബയോട്ടിക് പെൻസിലിൻ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് എന്താണ്? ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അടുത്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ALXANDER. അലക്സാണ്ടർ ഫ്ലെമിംഗ് FLEMING. അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ Fleming. Okay, മനസ്സിലായോ? Who built the Red Fort? Shah Jahan. Who discovered gravity? Isaac Newton. Samuel Longmont Clemens, a famous writer, is better known by what name? Mark Twain. Fourth one. This famous inventor's motto was genius is 1% inspiration and 99% perspiration. ആരാ പറഞ്ഞേ? തോമസ് ആൽവ എഡിസൺ. Fifth one. The antibiotic penicillin has changed the world. Can you name the person who discovered it? ആരാണത്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ, അപ്പോൾ ഇത്തിരി ടഫുള്ള നെയിംസ് ഒക്കെ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിങ്ങോട് പഠിക്കാനായിട്ട് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ സ്പെല്ലിംഗ് ഒരു 5 ടൈംസ് എഴുതി പഠിക്കാം. 5 ടൈംസ് എഴുതി പഠിക്കുക. ടെക്സ്റ്റിൽ നോട്ട് ചെയ്താൽ മതി. ആൻസർ ടെക്സ്റ്റിൽ തന്നെ എഴുതുക. അതിനുശേഷം 5 ടൈംസ് എഴുതി പഠിക്കാം. അപ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണെന്ന്? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കുക. ഓരോ സെൻസ് നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് പറയത്തക്ക വിധം തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ. ചിലപ്പം എക്സാമിന് നമ്മൾ എന്താണ് ഈ ഒരു പിക്ചർ ആയിരിക്കും കൊടുത്തിരിക്കുക. എന്നിട്ട് അതിൻ്റെ നെയിം എഴുതാൻ പറയുകയാണെങ്കിൽ പിക്ചറും കൂടെ ശ്രദ്ധിക്കുക.
പിക്ചർ കൊടുത്തിട്ട് നെയിം എഴുതാൻ പറയുകയാണെങ്കിൽ പോലും നിങ്ങൾ എഴുതാം. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, പെൻസിൽ എഴുതിയതിന് ശേഷം അത് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. അതിനുശേഷം എഴുതി പഠിച്ചതും കൂടെ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്. ഓക്കെ, ടീച്ചറാണ് നിങ്ങൾ മലയാളം പഠിപ്പിക്കാൻ എന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. എല്ലാവരും മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഓക്കെ, പേജ് നമ്പർ 3. ഓക്കെ, ഇതാണ് പേജ് നമ്പർ 3. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ഫസ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഒരു കവിതയാണ്. നിങ്ങൾക്ക് കവിത ഇഷ്ടമാണോ? ഇഷ്ടമാണോ നിങ്ങൾക്ക് കവിത? ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, ഇത് ആരാണ് എഴുതിയതെന്ന് അറിയാമോ ഈ കവിത? നോക്കിക്കേ, ടെക്സ്റ്റിൽ ആരാ നമ്മുടെ ഈ കവിത എഴുതിയിരിക്കുന്നത്? നോക്കിക്കേ, കണ്ടോ? എഴുതിയിരിക്കുന്നത് ആരാണ്? ഒളപ്പമണ്ണ. ആരാണ്? കവിയുടെ പേരെന്താണ്? ഒളപ്പമണ്ണ. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം, മുഴുവനായിട്ടുള്ള പേര് എന്താണെന്ന് അറിയാമോ? എന്താണ്? ശ്രീ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ നമ്മുടെ ഈ ഒളപ്പമണ്ണയുടെ എന്റെ വിദ്യാലയം എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് പാഠം 1 പഠിക്കാനായിട്ടുള്ളത്. എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? എന്റെ വിദ്യാലയം. കേട്ടോ? എന്റെ വിദ്യാലയം എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആരാണ് എഴുതിയിരുന്നത്? ഒളപ്പമണ്ണ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കവിയെ കുറിച്ച്? കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്റെ വിദ്യാലയം എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഈ കവിതയിൽ പറയുന്നതെന്ന് അറിയാമോ? ഈ കവി അറിയാമോ? ഇല്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ ഒരു വിദ്യാലയത്തെ കുറിച്ചിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. മനസ്സിലായോ? പ്രകൃതി എന്ന് പറയുന്ന, പ്രപഞ്ചം എന്ന് പറയുന്ന ഈ വിദ്യാലയത്തെ കുറിച്ച് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്, അവരെന്തൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മുടെ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയാം അല്ലെ. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ ഒരു വിദ്യാലയം നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഭൂമിയാണ് അല്ലെ. ഈ ഭൂമിയിലെ ഓരോരോ വസ്തുക്കളും ജീവജാലങ്ങളും ഒക്കെ നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യമാണ് ഈ കവിതയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഫസ്റ്റ് ഈ കവിതയെ കുറിച്ചല്ല, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതിന് ശേഷം ടീച്ചർ ഈ ഓരോ ലൈനിലൂടെ ടീച്ചർ വരികളോട് ടീച്ചർ അർത്ഥം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ടീച്ചർ ചൊല്ല, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. എന്റെ വിദ്യാലയം. തിങ്കളും താരങ്ങളും തുവള്ളി കതിർച്ചിനും തുങ്കമാം വാനിൻചൊട്ടിയിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വത്തു കരനീടിരാവാനും ഇന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ടി ചെറുപ്പുന്തോട്ടിലെ പനി നീരുറക്കുന്നു. മധുവിൻ മത്താൽ പാറി മുളങ്ങൂ മധുപങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാകിലും മറിനീർ പൊടിഞ്ഞെത്തും മഞ്ഞത്തുള്ളികൾ ചൊല്ലൂ മാലിന്യം തീണ്ടിടാത്ത മുത്തല്ലോ മമചിത്തം. പലതൻ കഷ്ടപ്പാട് പിറവക്കല്ലത്താണി പറവൂ മഹാത്വം പരസേവനം കാര്യം. ആരലൻ ഗുരുനാഥ രാരലൻ ഗുരുനാഥ ആരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കവിത ഇഷ്ടമായ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ, അപ്പോ എന്റെ വിദ്യാലയം എന്ന് പറയുന്ന ഒളപ്പമണ്ണയുടെ കവിതയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പോ എന്താണ് പറയുന്നത്? എന്താണ് ടീച്ചർ പറഞ്ഞത്? നമ്മുടെ ഈ പ്രപഞ്ചത്തില് ഓരോ ജീവജാലങ്ങൾ നമ്മളെ എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കവിതയിൽ പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. നോക്കിക്കേ, തിങ്കളും താരങ്ങളും തൂവള്ളി കതിർച്ചിനും അല്ലെ. തിങ്കൾ എന്ന് വെച്ചാൽ എന്താണ്? തിങ്കളുടെ അർത്ഥം എന്താണ്? തിങ്കൾ. തിങ്കളുടെ അർത്ഥം എന്താണ്? ചന്ദ്രൻ. എന്താണ് തിങ്കളുടെ അർത്ഥം?
തൂവള്ളി കതിർ ചിന്നും. കതിർ എന്താണ്? കതിറിന്റെ അർത്ഥം എന്താണ്? രശ്മി. എന്താണ്? രശ്മി. ഇപ്പൊ നോക്കിക്കേ, തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടി ലാടന്റെ വിദ്യാലയം. അല്ലെ, തുങ്കം എന്ന് വെച്ചാൽ എന്താണ്? തുങ്കം. തുങ്കത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഉന്നതമായത്. തുങ്കത്തിന്റെ അർത്ഥം എന്താണ്? ഉന്നതമായത്. വാനം. വാനം എന്താണ്? അറിയാലോ എല്ലാവർക്കും. വാനത്തിന്റെ അർത്ഥം എന്താണ്? ആകാശം. അല്ലെ, വാനം എന്താണ്? ആകാശം. അർത്ഥം മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ എന്താണ്? തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടി ലാണെന്റെ വിദ്യാലയം. എന്റെ വിദ്യാലയം എവിടെയാണെന്നാണ് പറയുന്നത്? എവിടെയാണെന്ന് പറയുന്നത്? ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങിയ വാനിൻ ചോട്ടിലാണ് എന്റെ വിദ്യാലയം എന്നാ പറയുന്നല്ലേ. ഈ നക്ഷത്രങ്ങളും ഈ ചന്ദ്രനും ഒക്കെ എന്താണ് നമുക്ക് തരുന്നത്? വെളിച്ചം തരുന്നുണ്ട് അല്ലേ? തരുന്നില്ലേ? തരുന്നുണ്ട്. ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പ്രഭചൊരിയുന്ന അല്ലെ, അവരുടെ പ്രകാശം പരക്കുന്ന ആകാശമാകുന്ന മേൽക്കൂരയ്ക്ക് താഴെയാണ് എന്റെ വിദ്യാലയം എന്നാണ് കവി ഈ കവിതയിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? എന്റെ വിദ്യാലയമാകുന്ന ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അല്ലെ, പ്രപഞ്ചം എന്ന് പറയുന്നത് എന്തിന്റെ കീഴിലാണെന്നാണ് പറയുന്നത്? ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശം രശ്മികൾ എന്ത് ചെയ്യുന്നു? ചിതറുന്ന ആകാശമാകുന്ന മേൽക്കൂരയ്ക്ക് താഴെയാണ് ലോകമാകുന്ന എന്റെ വിദ്യാലയം, എന്റെ വിദ്യാലയം എന്നാണ് ഈ കവിതയിൽ കവി സൂചിപ്പിക്കുന്നത്. ഓക്കെ, വിദ്യാലയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പ്രകൃതിയാണ്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ പ്രപഞ്ചമാണ് ഇവിടെ ഈ കവിതയിൽ കവി ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ഇന്നലെ കണ്ണീർ വാർത്തു കരനീടിന വാനം ഇന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു എന്താ പറയുന്നത്? ഈ വരികൾ എന്താ പറയുന്നത്? ഇന്നലെ കണ്ണീർ വാർത്തു കരനീടിന വാനം. വാനം എന്താണ്? ആകാശം അല്ലെ. ഇന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. ഒളി എന്താണ് അർത്ഥം? ഒളി, ശോഭ അല്ലെ. ഒളിയുടെ അർത്ഥം എന്താണ്? ശോഭ. എന്താ പറയുന്നത്? ഇന്നലെ കണ്ണീർ വാർത്തു കരനീടിന വാനം ഇന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. എന്താ പറയുന്നത് ആ വരികളില്? ഇന്നലെ കരഞ്ഞിരുന്ന വാനം അല്ലെ, ഇന്നലെ കരഞ്ഞിരുന്ന ആകാശം ഇന്ന് എങ്ങനെ കാണുന്നു? പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെ. എന്താണ്? ഇന്നലെ കണ്ണീർ വാർത്ത് കരഞ്ഞിരുന്ന വാനം ഇന്നിതോ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു അല്ലെ. ശോഭ പരത്തിക്കൊണ്ട് ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കരഞ്ഞ ആകാശം എന്ത് ചെയ്യുകയാണ്? ഇന്ന് തെളിഞ്ഞ് നല്ല പുഞ്ചിരിയോടെ നിൽക്കുന്നു അല്ലെ. എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അറിയാമോ? കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് കരഞ്ഞിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? ചിരിക്കാറുണ്ടല്ലേ. പെട്ടെന്ന് വാശി പിടിച്ച് കരയും, പിന്നെ എന്ത് ചെയ്യുന്നു? അവര് ചിരിക്കുന്നു. ഒരു കുഞ്ഞിനെ പോലെ ആണ് നമ്മുടെ ആകാശം എന്നാണ് ഈ കവിതയിൽ ഈ കവി പറയുന്നത് അല്ലെ. കരയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് നമ്മുടെ ആകാശം എന്നാണ് പറയുന്നത് അല്ലെ. ഇന്നലെ എന്ത് പെയ്തു എന്നാണ് പറയുന്നത്? മഴ പെയ്തു അല്ലെ. കരഞ്ഞു എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? മഴ പെയ്തു എന്നാണ് അല്ലെ. ഇന്നലെ മഴ പെയ്ത് നിന്നിരുന്ന ആകാശം അല്ലെ, കാർമേഘം മൂടിക്കെട്ടി നിന്നിരുന്ന ആകാശം ഇന്ന് എന്ത് ചെയ്യുന്നു? പാലൊളി വിതറുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അല്ല, തെളിഞ്ഞ് പുഞ്ചിരിച്ചോടെ നിൽക്കുന്ന ആകാശത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? എന്താ പറയുന്നത്? ഇന്നലെ കണ്ണീർ വാർത്തു കരനീടിന വാനം ഇന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. മനസ്സിലായോ വരിക? അടുത്ത വരി നോക്കിക്കേ. മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ടി ചെറുപ്പുന്തോപ്പിലെ പനി നീരുറക്കുന്നു അല്ലെ. എന്താണ് പറയുന്നത്? നമുക്കറിയാം റോസാപ്പൂ എവിടെയാണ് വിടുന്നത്? റോസാ ചെടിയിലാണ് റോസാപ്പൂ വിടുന്നത് അല്ലെ. അപ്പൊ ആ ചെടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൽ എന്താണ് അതിന്റെ തണ്ടുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്? കൂർത്ത മുള്ളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. മുള്ളു നിറഞ്ഞ പനിനീർ ചെടിയിലാണ് ഈ ഒരു പനിനീർ പൂ ഉണ്ടാകുന്നത് അല്ലെ. ആണോ? അപ്പൊ നോക്കിക്കേ, മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ടി ചെറുപ്പുന്തോപ്പിലെ പനി നീരുറക്കുന്നു അല്ലെ. മുള്ളു
ആസ്വദിക്കാനായിട്ട് കഴിയുകയുള്ളൂ അല്ലെ. ദുഃഖം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് സന്തോഷം, നമുക്ക് ദുഃഖം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ജീവിതത്തിൽ അല്ലെ. എപ്പോഴും നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണോ? അല്ല, നമുക്ക് എന്തും വരാറുണ്ട്, സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ പറയാം സന്തോഷം മാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്? അല്ല, ഇതിനിടയിൽ എന്തും വരും, ദുഃഖവും വരും അല്ലെ. രണ്ടും കൂടി കലർന്നതാണ് നമ്മുടെ ജീവിതം അല്ലെ. ആ ദുഃഖം, ഒരു ദുഃഖത്തിൽ മാത്രമേ നമുക്ക് എന്ത് ആസ്വദിക്കാനായിട്ട് കഴിയുകയുള്ളൂ, ഒരു സന്തോഷം ഉണ്ടായാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഒരു പൂച്ചെടി നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. അതാ പറയുന്നത്, മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ടി ചെറു പൂന്തോപ്പിലെ പനിനീരുരത്തുന്നു. മനസ്സിലായോ? അപ്പോ നമ്മള് ഈ ഒരു പനിനീർ ചെടി നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മള് ദുഃഖത്തിലാണെങ്കിൽ പോലും നമുക്ക് സന്തോഷിക്കുന്നതിന് ഈ ദുഃഖം വളരെയധികം നമ്മളെ ആസ്വദിക്കാനായിട്ട് സാധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. സന്തോഷത്തെ ആസ്വദിക്കാൻ നമ്മളെ ഈ പൂച്ചെടി, ഈ റോസാ ചെടി നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു അല്ലെ. മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്, കരഞ്ഞു നിന്നിരുന്ന വാനം പിന്നീട് എന്തായി മാറി? തെളിഞ്ഞ ആകാശമായി മാറി. എന്താണ് പറയുന്നത്? അതെന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ഇന്നലത്തെ സന്തോഷങ്ങൾ നമ്മളെ പിന്നീടത്, ഇന്നലത്തെ ദുഃഖങ്ങളെ നമ്മളെ പിന്നീട് അത് എന്താക്കി മാറ്റുന്നു? സന്തോഷമാക്കി മാറ്റുന്നു എന്നാണ് നമ്മളെ ആകാശം നമ്മളെ പഠിപ്പിക്കുന്നു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ആകാശം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? ഇന്നലത്തെ ദുഃഖങ്ങൾ നമ്മളെ ആസ്വദിക്കാൻ അല്ലെ പിന്നീടുള്ള സന്തോഷങ്ങളാക്കി മാറ്റുന്നു. പിന്നെയോ നിറയെ മുള്ളുകളുള്ള ചെടിയിലാണ് എന്ത് ഉണ്ടാകുന്നത്? മനോഹരമായ റോസാപ്പൂ ഉണ്ടാകുന്നത് അല്ലെ. ആ റോസാപ്പൂ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? ദുഃഖങ്ങൾ അറിയുമ്പോൾ മാത്രമേ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷത്തെ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മളെ ഒരു റോസാ ചെടി അല്ലെങ്കിൽ ഒരു പൂച്ചെടി നമ്മളെ പഠിപ്പിക്കുന്നു അല്ലെ. പ്രകൃതി തന്നെ നമുക്ക് ഓരോരോ പാഠങ്ങളാണ് നമുക്ക് തരുന്നത്. മനസ്സിലായോ? നോക്കിക്കേ, മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുബങ്ങൾ മധുരനി ജീവിതം ചെറുതാണെന്നാകിലും. എന്താണ് അർത്ഥം? നോക്കിക്കേ, മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുബങ്ങൾ മധുരനി ജീവിതം ചെറുതാണെന്നാകിലും. മധുവിന്റെ അർത്ഥം എന്താണ്? മധുവിന്റെ അർത്ഥം എന്താണ്? മധുപം എന്താണ്? മധുപം എന്താ? മധുപം വണ്ട്. മധുപം എന്താണ്? വണ്ട്. മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ മധുരനി ജീവിതം ചെറുതാണെന്നാകിലും. അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട് പൂക്കളില് വണ്ടുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? തേൻ നുകരാറുണ്ട് അല്ലെ. കണ്ടിട്ടില്ലേ നിങ്ങൾ പൂക്കളിൽ നിന്ന് വണ്ടുകൾ തേൻ നുകരുന്നത് അല്ലെ? ഈ വണ്ടുകൾ കുറെ നാൾ ജീവിക്കുമോ? ഇല്ല, അവരുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് അവരുടെ ആയുസ് തീരും അല്ലെ. അവരുടെ ജീവിതം ചെറുതാണെന്നെങ്കിൽ പോലും അവർക്ക് അറിയാം തന്റെ ജീവിതം വളരെ കുറവാണ്, എന്റെ ആയുസ് വളരെ കുറവാണ്. എങ്കിൽ പോലും അവർ ആ ഒരു ചെറിയ ജീവിതം എന്ത് ചെയ്യുന്നുണ്ട്? ആസ്വദിക്കുന്നുണ്ട് അല്ലെ. ഓരോ പൂവില് പോയി സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നു? അവര് തേൻ ഉകരുന്നുണ്ട് അല്ലെ. ചെറിയൊരു ആയുസ് മാത്രമേ തനിക്കുള്ളൂ എന്ന് അറിഞ്ഞിട്ട് പോലും തന്റെ ആ ഒരു ജീവിതം എന്ത് ചെയ്യുന്നു? അവര് സന്തോഷത്തോടെ ജീവിക്കുന്നു. അല്പം മാത്രമേ ഉള്ളൂ എനിക്ക് ജീവിതമെങ്കിലും അവ ഓരോരോ പൂക്കളിലും പോയി എന്ത് ചെയ്യുന്നുണ്ട്? മധു നുകരുന്നുണ്ട് അല്ലെ, തേൻ നുകരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആശയം നമുക്ക് ഈ ഒരു വഴിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. ഇപ്പൊ വണ്ടിന്റെ ജീവിതം എന്താണ്? വളരെ ക്ഷണികമാണ് അല്ലെ, വളരെ കുറവാണ്. എങ്കിൽ പോലും അവ എന്ത് ചെയ്യുന്നു? തന്റെ ജീവിതം ആസ്വദിക്കുന്നുണ്ട് അല്ലെ. അതാണ് നമുക്ക് പ്രകൃതിയിലൂടെ നമ്മളെ പഠിക്കുക. വണ്ടിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ഉള്ള സമയം നമ്മുടെ ജീവിതം എന്ത് ചെയ്യുക? വളരെ കുറവാണെങ്കിൽ പോലും നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുക, നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിക്കുക എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പൊടിഞ്ഞെത്തും മഞ്ഞത്തുള്ളികൾ ചൊല്ലൂ മാലിന്യം തീണ്ടിടാത്ത മുത്തല്ലോ മമചിത്തം. എന്താ പറയുന്നത്? നമ്മുടെ മേഘങ്ങളിൽ നിന്ന് വരുത്തുന്ന പൊടിഞ്ഞെത്തുന്ന മഞ്ഞുതുള്ളികൾ ഉണ്ടല്ലോ, മഞ്ഞുതുള്ളികൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്? നമ്മുടെ മനസ്സ് എങ്ങനെയുള്ളതായിരിക്കണം? മഞ്ഞിനെ പോലെ ഒരു യാതൊരു കളങ്കവും ഇല്ലാത്ത, യാതൊരു മാലിന്യവും ഇല്ലാത്ത മനസ്സായിരിക്കണം എന്നാണ് നമ്മുടെ മഞ്ഞുതുള്ളികൾ പഠിപ്പിക്കുന്നത്. നോക്കിക്കേ, നെക്സ്റ്റ് ആൻസർ.
പരതൻ കഷ്ടപ്പാട് പെരുമക്കല്ലത്താണി പറവു മഹാത്വത്വം പരസേവനം കാര്യം. എന്താ പറയുന്നത്? പരത്തൻ കഷ്ടപ്പാട് പേരുമ കല്ലത്താണി അല്ലെ. പണ്ട് കാലത്ത് ചുമട് താങ്ങിക്കൊണ്ട് പോകുന്ന ആളുകൾ എന്ത് ചെയ്യും? വഴിയാത്രക്കിടയിൽ കുറച്ചു നേരത്തെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു പാട് ഏതെങ്കിലും കല്ലിന് മുകളിലായിട്ട് വെക്കും അല്ലെ. അങ്ങനെ പറവു മഹാത്വത്വം പരസേവനം കാര്യം. അതായത് മറ്റുള്ളവരെ എന്ത് ചെയ്യണം? സഹായിക്കണം. മറ്റുള്ളവർക്കും സേവനം ചെയ്യണം. മറ്റുള്ളവരെ എന്ത് ചെയ്യണം? സഹായിക്കണം എന്നാണ്. ആ കല്ലിനെ പോലെ നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം? സഹായിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. കണ്ണിരുടെ ഭാരമല്ല ഏറ്റുവാങ്ങുന്ന ചുമട് താങ്ങിയായ നമ്മെ മഹത്വായ തത്വം പഠിപ്പിക്കുന്നു. മനസ്സിലായോ? മറ്റുള്ളവരുടെ ഭാരമെല്ലാം താങ്ങുന്ന ചുമട് താങ്ങി നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? മറ്റുള്ളവരെ എന്ത് ചെയ്യണം? സേവനം ചെയ്യണം. അവരെ എന്ത് ചെയ്യണം? സഹായിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു കല്ലിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കണം. നോക്കിക്കേ, ആരയൻ ഗുരുനാഥ രരയൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോ ആരൊക്കെയാണ് നമ്മുടെ ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. നമ്മൾ ആദ്യം ആരും നമ്മളെ പഠിപ്പിച്ചു? നമ്മുടെ ആകാശം നമ്മളെ പഠിപ്പിച്ചു. പിന്നെ നമ്മൾ ആരെ പഠിപ്പിച്ചു? നമ്മളെ പിന്നെ ആരൊക്കെ പഠിപ്പിച്ചത് പറഞ്ഞേ? മുൾച്ചെടി പഠിപ്പിച്ചു. പിന്നെയോ വണ്ട് പഠിപ്പിച്ചു. പിന്നെയോ മഞ്ഞുതുള്ളികൾ പഠിപ്പിച്ചു. കല്ലത്താണി പഠിപ്പിച്ചു അല്ലെ. ഇവരൊക്കെ എന്താണ്? നമ്മൾ ഓരോരോ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. നോക്കിക്കേ, ആരയൻ ഗുരുനാഥ രരയൻ ഗുരുനാഥ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലെ. ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് എന്താണ്? ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളും നമുക്ക് അനേകം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ആരാണ്? ഗുരുനാഥന്മാരാണെന്ന് നമുക്ക് പറയാം അല്ലെ. നമ്മുടെ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മുടെ ഈ കവിതയിൽ കവി പറയുന്നത്? നമ്മുടെ വിദ്യാലയമാണെന്നാണ് പറയുന്നത് അല്ലെ. ഈ വിദ്യാലയത്തിലെ ഓരോരോ ജീവജാലങ്ങളും എന്താണ്? നമ്മുടെ ഗുരുക്കന്മാരാണ് അല്ലെ. ഈ ഓരോ ഗുരുക്കന്മാരും നമ്മളെ ഓരോരോ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈ കവിതയിൽ ആരൊക്കെയാണ് നമ്മുടെ ഗുരുക്കന്മാരായിട്ട് നമ്മൾ കണ്ടത്? നോക്കിക്കേ, കല്ല്, തേനീച്ച, പിന്നെയോ വണ്ട്, പൂക്കൾ, ആകാശം, നക്ഷത്രങ്ങള്, ചന്ദ്രൻ എല്ലാം നമ്മളെ എന്താണ്? ഓരോരോ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. നോക്കിക്കേ, ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കാം. തിങ്കളും താരങ്ങളും തുവഴി കതിർച്ചിനും തുങ്കമാം പാനിൻ ചുട്ടിയിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞിടേനവാനം ഇന്നിതാ ചിരിക്കുന്നു പലൊളി ചിതറുന്നു. മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ടി ചെറുപ്പുന്തോപ്പിലെ അരിനീരുരക്കുന്നു. മധുവിൻ മത്താൽ പാറി മുഴുന്നു മധുപങ്ങൾ. ജീവിതം ചെറുതാണെന്നാകിലും മരിനീർ പൊടിഞ്ഞെത്തും മഞ്ഞുതുള്ളികൾ ചൊല്ലൂ. മാലിന്യം തിണ്ടിടാത്ത മുത്തല്ലോ മമാചിത്തം. പരതൻ കഷ്ടപ്പാട് പെരുമക്കല്ലത്താണി പറവു മഹാത്വത്വം പരസേവനം കാര്യം. ആരയൻ ഗുരുനാഥ രരയൻ ഗുരുനാഥ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. കണ്ടോ? അപ്പൊ നമ്മുടെ വിദ്യാലയമാകുന്ന ഈ പ്രകൃതി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെ. അവിടെ ആകാശം എന്താണ് പഠിപ്പിക്കുന്നത്? ഇന്നലത്തെ ദുഃഖങ്ങളാണ് നമ്മളെ പിന്നീട് സന്തോഷത്തിലേക്ക് വഴിതെളിയിക്കുന്നതിന് നമ്മളെ പഠിപ്പിച്ചു. പിന്നെയോ മുൾച്ചെടി തലപ്പിലെ പൂക്കൾ എന്താണ് പഠിപ്പിക്കുന്നത്? ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തെ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ പറഞ്ഞു. പിന്നെയോ വണ്ട് എന്താണ് പഠിപ്പിച്ചത്? തന്റെ ജീവിതം ചെറുതാണെങ്കിൽ പോലും, തന്റെ ആയുസ് വളരെ കുറവാണെങ്കിൽ പോലും തന്റെ ജീവിതം എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ ആസ്വദിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? മഞ്ഞുതുള്ളികൾ എന്താണ് പറയുന്നത്? മഞ്ഞുതുള്ളികളെ പോലെ യാതൊരു കളങ്കവും ഇല്ലാത്ത നിഷ്കളങ്കമായ ഒരു മനസ്സായിരിക്കണം, യാതൊരു മാലിന്യവും ഇല്ലാത്ത ഒരു മനസ്സായിരിക്കണം നമ്മളുടേത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെയോ കല്ലത്താണി എന്താണ് പഠിപ്പിക്കുന്നത്? പരസേവനമാണ് ഏറ്റവും വലിയ കാര്യം, മറ്റുള്ളവരെ സഹായിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അല്ലേ.
ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും എല്ലാ ചരാചരങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയമാകുന്ന ഈ പ്രകൃതിയിലെ എല്ലാവരും എന്താണ് നമ്മുടെ അധ്യാപകരാണ്, ഗുരുനാഥന്മാരാണ് അല്ലെ. പൂക്കളായാലും വണ്ടുകളായാലും ആകാശമായാലും നക്ഷത്രങ്ങളായാലും ഇവയൊക്കെ നമ്മളെ ഓരോരോ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അല്ലേ. കണ്ടോ നിങ്ങള്? ഓക്കെ, അപ്പോ മനസ്സിലായ കവിത എല്ലാവർക്കും? എന്താണ് കവിതയുടെ പേരെന്താണ്? എന്റെ വിദ്യാലയം അല്ലേ. എന്താണ് കവിതയുടെ പേര്? എന്റെ വിദ്യാലയം. ആരാണ് എന്റെ വിദ്യാലയം എന്ന കവിത എഴുതിച്ചത്? ഒളപ്പം മണ്ണ. മനസ്സിലായല്ലോ? കവിത എല്ലാവർക്കും ഇഷ്ടമായോ? ഈണം മനസ്സിലായോ കവിതയെ? ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഈ കവിത എല്ലാവരും 2 times റീഡ് ചെയ്യുക. ഓക്കെ, 2 times റീഡ് ചെയ്തതിനു ശേഷം പേരന്റിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയും വേണം. ചെയ്യല്ലോ. കവിത എല്ലാവർക്കും ഇഷ്ടമായോ? കവിതയുടെ ആശയം മനസ്സിലായോ? എന്താണ് പറയുന്നത്? നമ്മുടെ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും നമ്മുടെ ഗുരുക്കന്മാരാണ് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ഓരോരുത്തരും നമുക്ക് ഓരോരോ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മനസ്സിലായല്ലോ? കവിത എല്ലാവർക്കും ഇഷ്ടമായല്ലോ? ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നല്ലതുപോലെ റീഡ് ചെയ്യുക. എത്ര ടൈംസ് ആണ്? 2 times റീഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മള് ഇതിൽ കുറച്ച് പദങ്ങൾ പരിചയപ്പെട്ടു അല്ലേ. നമ്മൾ നോക്കാം. നമുക്ക് തിങ്കൾ. തിങ്കളുടെ അർത്ഥം എന്താണ്? ചന്ദ്രൻ. എല്ലാവരും തിങ്കൾ എന്താണ്? ചന്ദ്രൻ. താരങ്ങൾ എന്താണ്? നക്ഷത്രങ്ങൾ. കതിർ, രശ്മി. തുങ്കം എന്താണ്? ഉന്നതമായത്. വാനം, ആകാശം. ഒളി എന്താണ്? ശോഭ. ഉരക്കുക, പറയുക. മധു എന്താണ്? തേൻ, മധുകം. വണ്ട്, മമ, എന്റേത്. പഠിച്ചെല്ലാവരും നിങ്ങൾ പഠിച്ച്. നിങ്ങൾ എന്താണ്? ചന്ദ്രൻ. താരങ്ങൾ, നക്ഷത്രങ്ങൾ. കതിർ എന്താണ്? രശ്മി. തുങ്കം, ഉന്നതമായത്. വാനം, ആകാശം. ഒളി, ശോഭ. ഉരക്കുക, പറയുക. മധു, തേൻ, മധുകം. വണ്ട്, മമ, എന്റേത്. ചിത്തം എന്താണ്? ചിത്തം. ചിത്തത്തിനർത്ഥം എന്താണ്? മനസ്സ് കേട്ടോ. പാല്, ലോകം കേട്ടോ. ചിത്തം എന്താണ്? മനസ്സ്, പാല്, ലോകം. ഓക്കെ, ഇത്രയും അർത്ഥങ്ങളാണ് നമ്മൾ ഈ ഒരു കവിതയിൽ നമ്മൾ പഠിച്ചത്. ടീച്ചർ ഈ വീഡിയോയുടെ കൂടെ ടീച്ചർ അർത്ഥം തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് എഴുതുക. ടീച്ചർ അടുത്ത ദിവസം വിളിക്കുമ്പോൾ ഈ അർത്ഥം ചോദിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറയുകയും വേണം. ഓക്കെ, എല്ലാവരും കവിത ഇഷ്ടമായല്ലോ? കവിത ആരാണ് ഉദ്ദേശിച്ചത്? ഒളപ്പം മണ്ണ. എന്താണ് കവിതയുടെ പേര്? എന്റെ വിദ്യാലയം. ഇഷ്ടമായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ടീച്ചറിന് അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.